ഹായ് മക്കളെ, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് NIOS +2 ചാപ്റ്റർ 17 സാമൂഹിക മാറ്റത്തിൻ്റെ ഘടകങ്ങൾ. വളരെ കുഞ്ഞു ചാപ്റ്ററാണ്, കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് നോക്കാം എന്താണ് സാമൂഹിക മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലെ ഘടനയിലും പ്രവർത്തനത്തിലും ഉണ്ടായ ഒരു മാറ്റത്തെയാണ് നമ്മൾ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുള്ളത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 4 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 4 എണ്ണം പഠിച്ചു വെച്ചേക്കുക. ഒന്നാമതായിട്ട് സതി എന്നാണ് അബോളിഷ് ചെയ്തത്? എന്താണ്? 1829. ആരാണ് അബോളിഷ് ചെയ്തത്? നമ്മളെ രാജാറാം മോഹൻ റോയി ആണ്. അതേപോലെ തന്നെ അൺടച്ചബിലിറ്റീസിൻ്റെ ആർട്ടിക്കിൾസ് എത്രയാണ്? ആർട്ടിക്കിൾ 17 ആണ്. നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക എന്നുള്ളത്. അത് കേൾക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ പൊളിറ്റിക്കൽ സയൻസ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇനി അടുത്ത ഒരു സമൂഹത്തിൽ നിന്നും മറ്റൊരു സമൂഹത്തിലേക്കുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൈമാറ്റം ചെയ്യുന്ന രീതിയെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. മനസ്സിലായോ? അതൊന്ന് നോക്കി വെച്ചേക്കുക. അക്ബർ പ്രചരിപ്പിച്ച മതം ഏതാണ്? ദിൻ ഇലാഹി എന്ന് പറഞ്ഞ മതമാണ് അക്ബർ പ്രചരിപ്പിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താണ് കൾച്ചറൽ ലാഗ് എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലൊരു വ്യത്യാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. അപ്പം എന്താണ് സാമൂഹിക മാറ്റം, എന്താണ് കൾച്ചറൽ ലാഗ്, അതേ മാത്രമല്ല ഈ 4 1 വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.